പഠിപ്പിൻ്റെ അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോയാലോ? നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. 8ാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ അടുത്ത് നീങ്ങുന്നത്. യേശുക്രിസ്തു മാതൃക അധ്യാപകൻ, ദ എക്സാംപ്ലർ ടീച്ചർ, അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ഗുരു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലോകത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മാതൃകയുള്ള ഒരു അധ്യാപകനെ കുറിച്ചാണ്, ഗുരുവിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും സൺഡേ സ്കൂളിലും ഒക്കെ പഠിക്കുന്നുണ്ട്. ചില അധ്യാപകരെ കൂടുതൽ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടം വരാൻ കാരണം? അവർ പഠിപ്പിക്കുന്നത് കൊണ്ടാണോ എന്നതുപോലെ അതുകൊണ്ട് സ്വഭാവ ഗുണം കൊണ്ടാണ്. ചിലരുടെ പ്രത്യേക ചില അറ്റാച്ച്മെന്റ്, ചില പ്രത്യേകതകൾ, അടുപ്പങ്ങൾ നമുക്ക് തോന്നാറുണ്ട്. അവർ നന്നായി പഠിപ്പിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരുടെ പെരുമാറ്റം നമ്മളെ കണ്ടമാനം സ്വാധീനിക്കാൻ ഇടയുണ്ട്. എന്നാൽ ലോകത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മാതൃകയാക്കങ്ങൾ ആ ഒരു ഗുരുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്. അത് യേശുക്രിസ്തുവാണ്. ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട അധ്യാപകർ വളരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഒരു നല്ല അധ്യാപകൻ എന്ന് മാത്രമല്ല, അവിടുന്ന് സമ്പൂർണനായ ഒരു ഗുരുവായിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നു, ഒരു കുറ്റവും പറയാനില്ലാത്തൊരു ഗുരു. അവിടുത്തെ ശത്രുക്കൾ പോലും റബി എന്ന് വിളിച്ച്, ഗുരു എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. ഇനി ഒരു ടീച്ചിങ്ങിനെ കുറിച്ച് നോക്കുക, അവരുടെ അധ്യാപകത്തെ കുറിച്ച്. ടീച്ചിങ് വിത്ത് അതോറിറ്റി, അധികാരത്തോടു കൂടി അവൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. മർക്കോസ് 1:21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ, പള്ളിയിൽ യേശു പഠിപ്പിക്കുന്നത് കേട്ടപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടത്രേ സംസാരിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നവർ പറഞ്ഞ് അവർ അതിശയിക്കുകയാണ്. മറ്റുള്ളവർ മുൻഗാമികളായ പണ്ഡിതരെയൊക്കെ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ്. അതായത് അവരാരെയും ഉദ്ധരിക്കേണ്ട കാര്യമില്ല, വേറൊരു ഗുരുവിന്റെ വാക്കുകൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സത്യമായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ്. അതായത് സത്യത്തിന്റെ ഉറവിടം അവൻ തന്നെയാണ്, അവനാണ് സത്യം. അധികാരത്തോടെയാണ് അവൻ സംസാരിച്ചത്. 2, അതോറിറ്റി ഇൻ ആക്ഷൻ, അവന്റെ പ്രവൃത്തിയിലൂടെയുള്ള അധികാരത്തിന്റെ തെളിവുകൾ. യേശുവിന്റെ അധികാരം കേവലം വാക്കുകളിൽ മാത്രമായിരുന്നില്ല. മർക്കോസ് 2:1 മുതൽ 12 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷപാത രോഗിയായ ഒരു മനുഷ്യനെ 4 പേര് ചുമന്നുകൊണ്ട് വന്ന് അവന്റെ അടുക്കൽ പെരയുടെ മുകൾ ഭാഗം പൊളിച്ച് അകത്തിറക്കി വെച്ച സംഭവം. യേശുക്രിസ്തു അധികാരമുള്ളവനായിട്ട് പ്രവൃത്തിയിലൂടെ പറയുകയാണ്. പാപങ്ങൾ ക്ഷമിക്കാനും രോഗം സൗഖ്യമാക്കുവാനും തനിക്ക് അധികാരമുണ്ടെന്ന് അവിടുന്ന് പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ അധികാരമുള്ള ഒരു ഗുരുവായിരുന്നു നമ്മളുടെ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്ങിന്റെ പ്രത്യേകതകളിൽ ഒന്ന് പറയുന്നത്, ആളുകളെ അറിഞ്ഞാണ് അവൻ സംസാരിച്ചത്. കേൾവിക്കാരെ അറിഞ്ഞുള്ള ഇടപെടലുകളായിരുന്നു. യേശു തന്റെ കേൾവിക്കാരെ 3 തരത്തിൽ തരംതിരിച്ച് കണ്ടാണ് സംസാരിച്ചത്. 1, ശിഷ്യന്മാർ. തന്നെ പിൻഗമിക്കുവാൻ വിളിക്കപ്പെട്ട് തന്റെ പുറകെ ഇറങ്ങി തിരിച്ച ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ആഴത്തിലും വ്യക്തമായി സംസാരിച്ചു. 2ാമത്തെ വിഭാഗം തന്റെ ശത്രുക്കളാണ്. വാക്കിൽ കൊടുക്കുവാൻ പുറകെ നടന്ന ശത്രുക്കളോടായിരുന്നു അവന്റെ ഇടപാടുകൾ, അവന്റെ സംസാരങ്ങൾ. അപ്പോൾ അവരോട് ദൈവിക ജ്ഞാനത്തോടെയും സത്യസന്ധതയോടെയും മറുപടി നൽകിയതായിട്ട് യോഹന്നാൻ 8:42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളോടുള്ള സംസാര രീതിയാണ്. സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് യേശുക്രിസ്തു സംസാരിച്ചത്. ലോക ഗുരുക്കന്മാരിൽ നിന്നും മറ്റുള്ള വ്യത്യസ്തരാക്കുന്ന മാതൃകയുള്ള ജീവിതം കൂടിയായിരുന്നു. അവരെ കൊണ്ട് എന്ത് ഉരുവിടുന്നോ അത് മാത്രമേ ജീവിതത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ആളുകളുടെ അത്തരത്തിൽ ഇടപെട്ട ശ്രേഷ്ഠനായ ഒരു ഗുരു. നിങ്ങൾക്ക് ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ പറ്റും എന്ന് ചോദിച്ച ചോദ്യങ്ങളോടുകൂടി തന്നെ പിന്തുടരുന്ന ആളുകളോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുമായിട്ടാണ് യേശു മുൻപോട്ട് പോയത്. അതിന് തക്ക ധാർമ്മിക നിലവാരത്തിലാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നത്. മുന്നേ പറഞ്ഞതുപോലെ അധികാരമുള്ളവരായിട്ട് അവർ സംസാരിച്ചു. അതുമാത്രമല്ല, അഗാധമായ ജ്ഞാനം വേദപുസ്തകത്തിലുണ്ടായിരുന്നു. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശലോമോനേക്കാൾ, ലോകത്തിൽ ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമോനേക്കാൾ വലിയവനാണെന്ന് യേശു സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്, പരിചയപ്പെടുത്തുകയാണല്ലോ. മത്തായി സുവിശേഷം 12:42. അവന്റെ അറിവിന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത ഒന്നും ഭൂമുഖത്തുണ്ടായിരുന്നില്ല. ഉപദേശം നൽകുവാൻ സർവജ്ഞാനിയായ ഗുരുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നവൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഇനിയും തന്റെ ഉപദേശത്തിലുള്ള ആധികാരികതയുടെ പ്രവൃത്തിയിലും അവന്റെ
ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവം, മനുഷ്യൻ, മരണം, മനുഷ്യന്റെ മരണാനന്തര ജീവിതം എന്നിത്യാദി മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യേശുക്രിസ്തു ആധികാരികമായി സംസാരിച്ചു. അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഒരു ഗുരു, ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യവും അവന് മുൻപിലില്ലായിരുന്നു. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടാണ് അവൻ സംസാരിച്ചത്. ഇനി അവൻ സംസാരിച്ചത് ഉപമകളിലൂടെ സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായിരുന്നു ഉപമകൾ? തന്റെ അധ്യാപന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപമകളിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ്. ഉപമകൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന അന്ന് നാട്ടിലുണ്ടായിരുന്ന ലളിതമായ കാര്യങ്ങൾ, സ്വർഗീയ അർത്ഥമുള്ള ഭൗമിക കാര്യങ്ങൾ എന്നതാണ് ഉപമയുടെ നിർവചനം. അഗാധമായ ആത്മീയ ആശയങ്ങളുടെ അവിസ്മരണീയങ്ങളായ ലഘുകഥകളോടുകൂടി ആവിഷ്കരിക്കുന്നതിൽ മറ്റ് സകല മതാചാര്യന്മാരെയും യേശു പിന്നിലാക്കി. യേശുവിന്റെ ഉപമകൾ കാലം കഴിഞ്ഞിട്ടും പുതുമയോ അതിന്റെ മനോഹാരിതയോ നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. ദൈവികമായ അംഗീകാരം അവന്റെ പഠനത്തിൽ ലഭിച്ചു. ലൂക്കോസ് 9:28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ മറുവമനയിൽ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് യേശുവിന്റെ ദൈവത്വം വെളിപ്പെട്ടു, മഹത്വം വെളിപ്പെട്ടു. അത് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. നാം അനുസരിക്കേണ്ടുന്ന ഗുരു യേശുവാണെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ അവന്റെ ഉപമകളിലൂടെയുള്ള പഠനം, വിത്തുകൾ, വിളക്കുകൾ, ആടുകൾ, നാണയങ്ങൾ, ഇങ്ങനെയുള്ള സാധാരണ നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളെ ഉപയോഗിച്ച് വലിയ വലിയ സത്യങ്ങൾ പഠിപ്പിച്ചു. പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ കഥകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. കടുത്ത ഹൃദയമുള്ളവരിൽ നിന്ന് സത്യം മറയ്ക്കാനും സത്യം അന്വേഷിക്കുന്നവർക്ക് അത് ലളിതമായി മനസ്സിലേക്ക് കൊടുക്കാനും ഉപമകൾ സഹായിച്ചിരുന്നു. കൂട്ടുകാരെ, നമുക്കെന്താണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കുവാനുള്ളത്? അറിവിനേക്കാൾ പ്രധാനം സ്വഭാവമഹിമയാണ്. യേശുക്രിസ്തുവിന്റെ അറിവ് മാത്രമല്ല, സർവജ്ഞാനിയാണ്. പക്ഷേ അവന്റെ ജീവിത രീതി ആളുകളെ സ്വാധീനിച്ചു. യേശുവിനെ പോലെ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കണം പ്രിയങ്ങളെ. സത്യം വെറുതെ പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ കാണിക്കണം. അടുത്തത്, ലോകത്തിലെ പല കാര്യങ്ങളും നമ്മെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥ മാതൃകയായി നാം നോക്കേണ്ടതും പിൻപറ്റേണ്ടതും യേശുവിനെയാണ്, ക്രിസ്തുവിനെയാണ്. നമ്മൾ യേശുവിന്റെ വാക്കുകൾ വെറുതെ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതോ അവിടുത്തെ ശിഷ്യന്മാരായി ആ വാക്കുകൾ ജീവിതത്തിൽ പഠിക്കുകയാണ്? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഒരു വാക്യം ഒന്ന് പഠിച്ചു പോയാലോ? അത് മത്തായി സുവിശേഷത്തിൽ നിന്നുള്ള 11:27 വാക്യമാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇതിന് വാക്യമായി കൂടെ പഠിച്ചുകൂടെ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you.